نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തി അവൻ്റെ വിധിവിലക്കുകളെയും കൽപ്പനാ നിർദ്ദേശങ്ങളെയും പൂർണ്ണമായും പാലിച്ച് ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തോട് പൊതുവെ രണ്ട് സമീപനങ്ങളാണ് മനുഷ്യർ വെച്ചു പുലർത്താറുള്ളത്. ഒന്ന്, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളില്ലാതെ അവനവന് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് ആസ്വദിക്കുക. രണ്ടാമത്തെ സമീപനം, നിയന്ത്രണങ്ങളോടെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആസ്വാദനം. രണ്ടും ആസ്വാദനം തന്നെയാണ്. ജീവിതം ആസ്വദിക്കാനുള്ളത് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഈ ആസ്വാദനത്തോട് രണ്ട് സമീപനമാണ് ആളുകൾക്കുള്ളത്. ഒന്ന്, നിയന്ത്രണങ്ങളില്ലാതെ തോന്നിയ രൂപത്തിൽ ജീവിതത്തെ ആസ്വദിക്കുക. മറ്റേത്, നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്ന് സൃഷ്ടാവിൻ്റെ നിയമങ്ങൾ അംഗീകരിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആസ്വാദനമുണ്ട്. അങ്ങനെ ജീവിക്കുന്നവരും ആ ജീവിതം ആസ്വദിക്കുന്നവരുമുണ്ട്. ആദ്യത്തേത് തിരഞ്ഞെടുത്തവരൊക്കെയും പാതി വഴിയിൽ ഇടറി വീണതാണ് നമ്മളൊക്കെയും കണ്ടിട്ടുള്ളത്. കാരണം അങ്ങനെ ആസ്വദിക്കാൻ ഈ ജീവിതത്തിൽ ഒരാൾക്ക് കഴിയില്ല. ഈ ജീവിതം ഒരു സംരക്ഷകന്റെ, സൃഷ്ടാവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പരീക്ഷണമാണ് ജീവിതം. ആ പരീക്ഷണങ്ങളിൽ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകും. എന്നാൽ തോന്നിയ രൂപത്തിലുള്ള നിയന്ത്രണങ്ങളില്ലാത്ത ആസ്വാദനം തിരഞ്ഞെടുത്തവർക്ക് ആ പരീക്ഷണങ്ങളിൽ പരാജയപ്പെടേണ്ടി വരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബല്ലി അംരിൽ മുഅ്മിൻ. എല്ലാവർക്കും അറിയാം ഈ ഹദീസ്.
വിശ്വാസിയുടെ കാര്യം ഭയങ്കരമായ അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യം അവന് ഖൈറായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഇത് ഒരു മുഅ്മിനിന് മാത്രമേ കിട്ടുള്ളൂ, മുഅ്മിനല്ലാത്ത ഒരാൾക്കും ഇത് കിട്ടൂല. കാരണം അവന് ഏതെങ്കിലും ഒരു സന്തോഷം കൊണ്ട് അല്ലാഹ് പരീക്ഷിക്കുമ്പം അവന് ശുക്ർ ചെയ്യും. എന്നാൽ ഒരു ലറാ കൊണ്ട്, ഒരു ദുരിതം കൊണ്ട് അല്ലാഹ് പരീക്ഷിക്കുമ്പോൾ അവൻ അതിൽ ക്ഷമിക്കും. രണ്ടും അവന് ഖൈറായിത്തീരും. ജീവിതത്തോടുള്ള സമീപനമാണ് സഹോദരങ്ങളെ നമ്മൾ നന്നാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു റിപ്പോർട്ട് നമ്മളെ നെട്ടിച്ചു കളയുന്ന ഒരു റിപ്പോർട്ടാണ്. നമ്മളെല്ലാവരും അത് പത്രങ്ങളിൽ വായിച്ചു. ഈ കൊച്ചു കേരളത്തിൽ 5 വർഷത്തിന്റെ ഉള്ളിൽ നടന്ന ആത്മഹത്യകൾ 36,000 5 വർഷത്തിനുള്ളിൽ നടന്ന ആത്മഹത്യകൾ 36,000 ആത്മഹത്യകൾ നടന്നു എന്നാണ്. ആത്മഹത്യ ചെയ്തത് 36,000 ആണെങ്കിൽ 3-6 ലക്ഷമല്ല ആത്മഹത്യയുടെ വക്കിലുള്ളതെന്ന് മനസ്സിലാക്കണം. വിഷാദ രോഗത്തിന് അടിമകളായി യൗവനവും കൗമാരവും വാർദ്ധക്യവും എല്ലാം തന്നെ ആ രംഗങ്ങളിൽ ജീവിക്കുന്നവരൊക്കെയും, അത് ഒരു പ്രായക്കാർക്ക് മാത്രമല്ല, വയസ്സന്മാർ മാത്രമല്ല, യുവാക്കൾ മാത്രമല്ല, കൗമാരക്കാർ മാത്രമല്ല, സ്ത്രീകളും പുരുഷന്മാരും ഒന്നടങ്കം ലക്ഷക്കണക്കിന് ആളുകൾ വിഷാദ രോഗത്തിലാണ്. എന്താ കാരണം? ജീവിതത്തിന്റെ സമീപനം, ജീവിതത്തോടുള്ള സമീപനത്തിൽ തെറ്റിപ്പോയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാറ്റിനോടും എല്ലാം നൽകിയ റബ്ബിന് ഒരു നിലപാടുണ്ട്. ആ നിലപാടാണ് ഒരു വിശ്വാസി ആകുന്നതോടുകൂടി അവൻ സ്വീകരിക്കേണ്ടത്. വിശ്വാസിയാണോ അവനത് സ്വീകരിച്ചിരിക്കണം. കാരണം അവനാണ് ഈ ജീവിതം അർത്ഥവത്തായ രൂപത്തിൽ ആസ്വദിക്കാൻ കഴിയുക. ഏത് രംഗത്തും, സാമ്പത്തിക രംഗം, അല്ലാഹ് പറഞ്ഞു തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, മുതലിനോട് അടങ്ങാത്ത സ്നേഹമാണ് മനുഷ്യന്. എന്താ അങ്ങനെ പറയാൻ കാരണം? മുതലിനോട് ഒരിക്കലും അടങ്ങാത്ത സ്നേഹം ഒരാൾക്ക് ഉണ്ടായിക്കൂടാ. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചു, ഏറ്റവും വലിയ ദാരിദ്ര്യാവസ്ഥ മരണമാണ്. ഏത് കോടീശ്വരനും ദരിദ്രനാകാതെ മരിക്കൂല. മരണത്തോടുകൂടി അവന്റെ കോടികൾ, അവന്റെ ആസ്തികൾ മുഴുവനും മറ്റുള്ളവർക്കായി. 3 കഷ്ണം തുണി പോലും സഹോദരങ്ങളെ മറ്റുള്ളവന്റെ ദാനമാണ്. നമുക്ക് ഇന്ന് എന്തെല്ലാം ഉണ്ടോ, എല്ലാം, ഞാനിട്ട വസ്ത്രം, ഞാൻ ഉപയോഗിക്കുന്ന പേന, മൊബൈൽ, ചെറിയ ചെറിയ വസ്തുക്കൾ വരെ വിലയുള്ളതെല്ലാം എന്റെ മരണത്തോടുകൂടി എന്റേതല്ല, അവകാശികളതാ. പിന്നെ എനിക്ക് തരുന്ന 3 കഷ്ണം തുണിയും പരുത്തി പോലും മറ്റുള്ളവൻ്റെതാ. ദരിദ്രനാകാതെ ഒരാളെയും അല്ലാഹ് ഈ ദുനിയാവൊന്നും കൊണ്ടുപോകില്ല. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും ഫക്കീറന്മാരാ. മനുഷ്യരെ മൊത്തം വിളിച്ചാ പറഞ്ഞത്. ഈ സമീപനം സ്വീകരിച്ചാൽ സാമ്പത്തിക രംഗത്ത് നമുക്ക് തകർന്നു പോകുന്ന ജീവിതങ്ങളെ ഇല്ലാതെയാക്കാൻ കഴിയും. മോഹങ്ങൾ, ആശകൾ, ആഗ്രഹങ്ങൾ അത് പരിധി വിട്ടു പോകുമ്പോൾ വലിയ നിരാശയുണ്ടാകുന്നു. ലഭിക്കാതെ വരുമ്പോൾ നിരാശയുണ്ടാകുന്നു. ആ നിരാശ ഒന്നുകിൽ വിഷാദ രോഗത്തിന് അടിമയാക്കുന്നു, അല്ലെങ്കിൽ അവനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. ഗൗരവമുള്ള കാര്യങ്ങൾ എന്താണ്, ഗൗരവമില്ലാത്ത കാര്യങ്ങൾ എന്താണ് എന്നുപോലും അറിയില്ല. ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഗൗരവമുള്ളത് എന്തൊക്കെയാണ്? ചെറിയ കാര്യങ്ങൾ എന്താണ്, വലിയ കാര്യങ്ങൾ എന്താണ് നമ്മൾ അറിയണം. ഏതെങ്കിലും ഒരു നാട്ടിൽ നടക്കുന്ന ഒരു ഫുട്ബോൾ കളിയല്ല ജീവിതം എന്ന് പറഞ്ഞാൽ. അതിനോടൊക്കെ ഒരു സമീപനം അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വീട് വാടകക്കെടുത്ത് ലക്ഷങ്ങൾ ചെലവാക്കി, 10,000 ചെലവാക്കി റൂമെടുത്ത്, ഇഷ്ടപ്പെട്ട 2 ടീമിന്റെ പതാകയുടെ നിറം കൊടുത്ത് ആ വീടിനെ മാറ്റിയിട്ട് ചെറുപ്പക്കാർ അവിടെ ഇരുന്നിട്ട് കളി കാണാണ് പാതിരാക്ക്. അതിന്റെ പേരിലാണ് ബെറ്റ് വെക്കുന്നത്, അതിന്റെ പേരിലാണ് തർക്കങ്ങൾ. എന്നിട്ട് ഇഷ്ടപ്പെട്ട ടീം അത് തോൽക്കുമ്പോൾ ആത്മഹത്യകൾ വർദ്ധിക്കുകയാണ്. ഗൗരവമുള്ളത് എന്താണ്, നിസ്സാരമായ കാര്യങ്ങൾ എന്താണ് എന്ന് മതം പഠിപ്പിച്ചിട്ടുണ്ട്. കുടുംബ വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, കുടുംബ വിഷയങ്ങൾ, ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന കുടുംബ പ്രശ്നങ്ങൾ, ഏറെയും തകരുന്ന ബന്ധങ്ങൾ, മുറിഞ്ഞു പോകുന്നതും അല്ലാത്തതും.
മുറിഞ്ഞതിനേക്കാൾ മുറിയാത്തതാണ് ത്വലാഖ് കൊടുക്കാത്തതും തലാഖ് കിട്ടാത്തതും. നോക്കൂ നിങ്ങൾ, എത്ര കേസുകളാണ്. മക്കൾ അനാഥരായി മാറുകയാണ്. വാപ്പയും ഉമ്മയും ഉണ്ടായിട്ട് പോലും അനാഥത്വം പേറുന്ന മക്കളുണ്ട്. കഴിഞ്ഞ ദിവസം സ്കൂളില് നമ്മുടെ തൊട്ടടുത്ത സദ്ദാം ബീച്ചിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണ്. സ്കൂളിൽ യൂണിഫോം ഇടാതെ വന്ന് അവനെ ചോദ്യം ചെയ്തപ്പോ പെട്ടെന്ന് ആ കുട്ടി കരഞ്ഞു. കൂടുതൽ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവന് വാപ്പില്ല ഉമ്മയില്ല, വാപ്പില്ല ഉമ്മയില്ല, എന്നാൽ വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മയെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരാൾ കല്യാണം കഴിച്ചു. ആ ഉമ്മയെ അയാൾ ഒഴിവാക്കിപ്പോയി. പിന്നെ അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. അയാൾ അവിടെ കല്യാണം കഴിച്ച് മക്കൾ കുടുംബമായിട്ട് ജീവിക്കുക. വെല്ലിമ്മ ഉമ്മയെ വേറെ കല്യാണം കഴിച്ചു. അത് മക്കളെ ഏറ്റെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് കല്യാണം കഴിപ്പിച്ചത്. അത് കൊല്ലത്തേക്ക് കല്യാണം കഴിപ്പിച്ചു. ഉമ്മ അവിടെയാണ്. 2 കുട്ടികൾ, ഒന്ന് പരപ്പനങ്ങാടി അറബി കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയും ഈ സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിലെ ഒരു കുട്ടിയും. ഈ 2 പേർക്ക് വാപ്പില്ല ഉമ്മയില്ല. സഹോദരങ്ങളെ, നമുക്കുണ്ടാകുന്ന സമീപനങ്ങളിലെ ചില തകരാറുകളാണ് ഈ അനാഥത്വം നേടാൻ, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമായി തീരുന്നത്. എങ്ങനെ കുടുംബത്തിലെ വിഷയങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് നമ്മളെല്ലാവരും വായിച്ചു. നമ്മുടെ നാട്ടിൽ ഇന്നലെ ഇറങ്ങിയ മുഴുവൻ പത്രങ്ങളിലും മെയിൻ ഹെഡിങ് അതാണ്. സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു. എന്താ സുപ്രീം കോടതി പറഞ്ഞ വിധി? അത് പുരുഷന്മാര് ഭാര്യമാരുടെ ത്യാഗം തിരിച്ചറിയണം എന്നാണ്. പുരുഷന്മാരോട് സുപ്രീം കോടതി, നമ്മുടെ നാട്ടിലെ രാജ്യത്തെ പരമോന്നത കോടതി പറഞ്ഞത് ഭാര്യമാരുടെ ത്യാഗം തിരിച്ചറിയണം. എന്തായിരുന്നു വിഷയം? ഒരു വിവാഹമോചിതയായ ഒരു മുസ്ലിം സ്ത്രീക്ക് 10,000 രൂപ മാസത്തിൽ ജീവനാംശം കൊടുക്കണമെന്ന് തെലങ്കാന ഹൈക്കോടതി പറഞ്ഞു. ഈ തെലങ്കാന ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഈ ഭർത്താവ് സുപ്രീം കോടതിയിൽ കൊടുത്ത വിധി, ആ ഹർജി തള്ളിയിട്ടാ പറഞ്ഞത് പുരുഷന്മാര് സ്ത്രീകളുടെ ഭാര്യമാരെ ത്യാഗം മനസ്സിലാക്കണം. എന്നിട്ട് പറഞ്ഞു ഭാര്യയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കണം, ജോയിന്റ് അക്കൗണ്ട് തുടങ്ങണം, ATM വേണം, ജീവനാംശം ദാനമല്ല അവകാശമാണ്, അത് നൽകിയില്ലെങ്കിൽ കേസാണ്. ക്രിമിനൽ നടപടിക്രമത്തിലെ 125-ാം വകുപ്പ് പ്രകാരം കേസെടുക്കുന്ന. എന്നിട്ട് കോടതി പറഞ്ഞു കുടുംബം കെട്ടിപ്പടുക്കുന്നതിൽ ഒരു ഗൃഹനാഥക്കുള്ള പങ്ക് അത് സുപ്രീം കോടതി അടിവരയിട്ട് പറയാണ്. നമ്മളെ റേഷൻ കാർഡൊക്കെ അത് കുടുംബനാഥയുടെ പേരിലാണ്. അൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. അവകാശമുണ്ട് സ്ത്രീക്ക്. നമ്മളെ വീട്ടിലെ വേലക്കാരിയല്ല നമ്മളെ പെണ്ണ്. നമ്മളെ മക്കളെ നോക്കാൻ നമ്മൾ കൊണ്ടുവന്ന വാടകക്കെടുത്ത പെണ്ണല്ല, ഒരു പണിക്കാരിയല്ല, ജോലിക്കാരിയല്ല. മറിച്ച് അവൾ ചെയ്യുന്നതൊക്കെ നമുക്കുള്ള ഖിദ്മത്താണ്, സേവനമാണ്. അവളത് ചെയ്യും. മാതാപിതാക്കളെ നോക്കും, പരിചരിക്കും, ഭർത്താവിന്റെ ഉമ്മയെ നോക്കണം. മതപരമായ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. എന്നാൽ അതിനാണ് അവളെ കൊണ്ടുവന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കരുത്. അവിടെയാണ് പ്രശ്നം. മതം പറയുന്നിടത്തുള്ള സമീപനം സ്വീകരിക്കാതെ വരുമ്പോഴാണ് കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കുടുംബത്തിലെ മക്കൾ വലിയ വെല്ലുവിളിയായി മാറുകയാണ്. മക്കളില്ലാത്ത സഹോദരൻ, 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു, 2-3 കൊല്ലമായി. ഇപ്പൊ മക്കളില്ല. ഡോക്ടർമാര് പറഞ്ഞു ഇവനാണ് കുഴപ്പം. പെണ്ണിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവന് സങ്കടം, ദുഃഖം, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സങ്കടമാണ്. സഹോദരങ്ങളെ, എന്താ ഇസ്ലാം പഠിപ്പിച്ചത്? ഒരു ഡോക്ടർ മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, 2-3 ഡോക്ടർമാർ പറഞ്ഞാൽ അത് വിശ്വസിക്കലാണോ മുഅ്മിൻ? മക്കളില്ലാത്ത പ്രവാചകന്മാരെ കഥ, മക്കൾ ഉണ്ടാകാൻ ശേഷിയുള്ള ആൾക്കാർക്ക് മക്കൾ ഉണ്ടാകുന്നതിൽ എന്ത് അത്ഭുത. സക്കരിയ നബിക്കും ഇബ്രാഹിം നബിക്കും ഒരു ആണിന് സന്താനം ലഭിക്കുക എന്ന എല്ലാ കഴിവും ഇല്ലാതെ അതിന്റെ അള്ളാഹ് കൊടുക്കണത് അല്ലേ? എന്താ കാരണം? പ്രാർത്ഥിച്ചു, അള്ളാഹു വിശ്വസിച്ചു, അള്ളാഹു നൽകുമെന്നതിൽ നിരാശനായില്ല. റബ്ബാണ് നൽകുന്നത്, ആ റബ്ബ് വലിയവനാണ്. ആ പ്രതീക്ഷ അവസാനം വരെ വേണം. ഇനി മക്കളില്ല, എല്ലാവർക്കും എല്ലാം ഇല്ലല്ലോ. എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പലർക്കും പലതുമില്ല.
എങ്കിൽ എനിക്ക് അല്ലാഹു അവന്റെ കിതാബിൽ ഇല്ലാത്തത് മക്കളാണ്. അല്ലെ? മക്കളുണ്ടായിട്ട് കരയുന്ന എത്ര ആൾക്കാരുണ്ട്? ഉള്ള മക്കളെ കൊണ്ട് പൊട്ടിക്കരയുന്ന എത്ര മാതാപിതാക്കളുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്? എന്റെ മകൻ ഇന്ന് വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഉമ്മമാര് നമ്മളെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് സഹോദരന്മാരെ. അപ്പോ ഓരോ വിഷയത്തോടും മതത്തിന് ചില കാഴ്ചപ്പാടുണ്ട്, ഇസ്ലാമിന് ചില സമീപനങ്ങളുണ്ട്. ആ സമീപനങ്ങൾ നന്നാക്കിയാൽ സഹോദരങ്ങൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ജാമ്യം കൊടുത്തുകൊണ്ട് ഉത്തരവിട്ട ഒരു ജഡ്ജിയുടെ വാക്ക് നമ്മളൊക്കെ കേട്ടു, നമ്മളൊക്കെ ഗ്രൂപ്പുകളിൽ വന്നു. മയക്കുമരുന്ന് കേസിൽ പിടിച്ചുകൊണ്ടുപോയി. അച്ഛൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അറിയപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. ആ മകന് ജാമ്യം കിട്ടാൻ വേണ്ടി കോടതിയിൽ വന്നു. ആ ജഡ്ജി പറയാണ്, ആ കുട്ടിക്ക് അയാൾ നിരപരാധിയാണോ അതല്ല തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാനായിട്ടില്ല. ആരോപിക്കപ്പെട്ട് ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. ഇനി വിചാരണ ചെയ്ത് തീരുമാനിക്കണം. പക്ഷേ രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR ഇട്ട കേസ് നോക്കുമ്പോൾ ജാമ്യം കൊടുക്കാൻ പറ്റിയ കേസല്ല. ആ അച്ഛൻ കോടതിയിൽ വന്നു. ജാമ്യമില്ല എന്ന് അറിഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞിട്ട് ആ മനുഷ്യൻ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മരിച്ചു. എന്നിട്ട് ഈ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവന് അനുവാദം ചോദിച്ചുകൊണ്ട് വീണ്ടും ഈ ജഡ്ജിയുടെ മുന്നിൽ വരികയാണ് കേസ്. അങ്ങനെ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അനുവാദം, ജാമ്യം കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ഒരു ഉത്തരവ് കൂടി എഴുതി അതിന്റെ കൂടെ. ജാമ്യം കൊടുക്കുന്നത് മാത്രമല്ല, ഇവനെ കൊണ്ടുപോകുന്ന പോലീസുകാര്, ആ വീട്ടിൽ കൊണ്ടുവരുന്ന പോലീസുകാര് മഫ്തിയിലായിരിക്കണം, പോലീസ് വേഷത്തിൽ പോകരുത്. കാരണം ഒരു അമ്മയുണ്ട് അവിടെ, ഒരു സഹോദരിയുണ്ട് അവിടെ. ആ കൂട്ടത്തിൽ ഒരു എഴുത്തുകൂടി കൊടുത്തു. എന്താണ്? ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞാൽ അമ്മയോട്, അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അമ്മയോട് സംസാരിക്കാൻ ഒരു 5 മിനിറ്റ് അനുവാദം നൽകണം എന്നുകൂടി ഈ ജാമ്യാപേക്ഷന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ജഡ്ജി പറയാണ്, എന്തൊരു വേദനയാണ് ഈ കേസിൽ പിടിക്കപ്പെടുന്നത് വരെ നിയന്ത്രണങ്ങളില്ലാതെ അമ്മയോടും സഹോദരിയോടും പെരുമാറാൻ, സംസാരിക്കാൻ കഴിഞ്ഞിരുന്നവന് ഇപ്പം സ്വന്തം അമ്മയോട് സംസാരിക്കാൻ മറ്റൊരാളുടെ അനുവാദം വേണം. മറ്റൊരാളുടെ സ്വന്തം സഹോദരിയോട് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ മറ്റൊരാൾ അനുവാദം വേണ്ട ഗതികേടിലേക്ക് നമ്മളെ മക്കൾ എത്തുന്നു എന്നാണ് ആ വിധി പറഞ്ഞ ജഡ്ജിന്റെ വോയിസ് നമ്മൾ കേട്ടത്. സഹോദരങ്ങളെ, ലഹരി മരുന്ന്, ആ കേസുകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാമിന്റെ സമീപനം, ഈ ദുനിയാവിൽ നമ്മളെ ജീവിതമുണ്ടല്ലോ, ആ ജീവിതത്തിനൊരു നിശ്ചിത സമയമുണ്ട്. ആ സമയമെത്തിയാൽ നമ്മളൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് മതിമറന്ന് ആസ്വദിക്കുകയല്ല വേണ്ടത്. മറിച്ച് നമ്മൾ എങ്ങനെ ജീവിച്ചാലും, ഏത് രൂപത്തിൽ ജീവിച്ചാലും മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്, ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന മരണം, അക്സിറൂ ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെ സൂക്ഷിക്കണം. കഫാബിൽ മൗതി വാഇള, നിനക്ക് ഉപദേശകനായി മരണം തന്നെ മതിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നമ്മളെ തൊട്ടടുത്ത് കെട്ടിങ്ങൽ അഴിമുഖത്ത് വലവീശാൻ വേണ്ടി വന്നൊരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ശനിയാഴ്ച അവന്റെ അച്ഛന്റെ ജോലി, പിതാവിന്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്, വാപ്പാന്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലവീശി മത്സ്യത്തെ പിടിക്കണ പണിയാണ് അയാൾക്ക്. ആ വാപ്പാന്റെ ജോലി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വാൻ തന്നെ ഉണ്ട്, ഫ്രീസർ അടക്കമുള്ള ഒരു വാനുണ്ട്, ഒരു വാൻ സ്വന്തമായി ഉണ്ട്. വലവീശി മത്സ്യത്തെ പിടിക്കുകയാണ്. അതിന്റെ പുറമെ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. കഴിഞ്ഞ മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് വരെ ഗൾഫിൽ പോയി ദുബായിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു വെച്ച് റെഡിയാക്കി വെച്ച് കച്ചവടം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് തിരിച്ചു വന്നതാ. എന്നിട്ട് ഇവിടെ വന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഈ അഴിമുഖത്ത്, നമ്മളെ തൊട്ടടുത്ത അഴിമുഖത്ത് വന്ന് വലവീശിയിട്ട് മത്സ്യമൊന്നും കിട്ടാതിരുന്നപ്പോ അവന്റെ വേനൽ പയ്യോളിയിലേക്ക് പോയി. അവിടെ പോയി മത്സ്യം വലവീശാൻ വേണ്ടി അവിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. അള്ളാന്റെ തീരുമാനം അതാണ്, അള്ളാഹുവിന്റെ തീരുമാനം അതാണ്. അവിടെയാണ് ഇവിടെ വലവീശി മത്സ്യം കിട്ടാതെ പയ്യോളിക്കടപ്പുറത്ത് പോയി മത്സ്യത്തിന് വലവീശിയിട്ട് അവിടെ ഒഴുക്കിൽപ്പെട്ട് മരിക്കണമെന്നാണ്. നബിന്റെ കാലത്ത് യുദ്ധത്തിന് പുറപ്പെടാൻ മടി കാണിച്ച മനുഷ്യന്മാരുണ്ടായിരുന്നു. അവര് പറഞ്ഞു യുദ്ധത്തിന് പോയി മരിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് യുദ്ധത്തിന് പോയില്ല. മുസ്ലിമീങ്ങളിൽ ചില ആൾക്കാര്, കാപട്യമുള്ളവർ, പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, നിങ്ങൾ മരിക്കുന്നു പേടിച്ച് ഇവിടെ ഇരുന്നാൽ നിങ്ങൾ മരിക്കൂലെന്ന് വിചാരിക്കണ്ടോ? എവിടെയാണോ മരണം
അവിടേക്ക് നിങ്ങളെ ഇറക്കിക്കൊണ്ടുപോകും. ഏത് ഭൂമിയിൽ എവിടെ വെച്ച് ഒരാൾക്കും അറിയില്ല. ഫി അയ്യി അർളിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ എവിടെ വെച്ച് മരണമെന്ന്. അവിടേക്ക് നമ്മളെ ഇറക്കിക്കൊണ്ടുപോകും റബ്ബ്, മരണം വിധിച്ച സ്ഥലത്തേക്ക്. ഒരു മൽജ ഉണ്ട്, ആ മൽജ ആണ് മരിച്ചു വീഴുന്ന മണ്ണ്. അവിടെ എവിടെയാണ് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് അവിടേക്ക് നമ്മളെ എത്തിക്കും. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ജീവിതത്തോടുള്ള സമീപനം നന്നാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദുൽഹജ്ജ് 30-ന് 29-ന് മാസം കാണാതിരിക്കുകയും 30 പൂർത്തിയാക്കി മുഹറമിലേക്ക് പ്രവേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് വരുന്ന ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ്. അല്ലാഹു തആല ചില അവസരങ്ങളൊക്കെ നമുക്ക് നൽകുകയാണ്. എന്തിനാണ് അവസരങ്ങൾ? നമുക്ക് വന്നു പോകുന്ന തിന്മകൾ, തെറ്റുകൾ അത് പൊറുക്കപ്പെടാൻ, മായ്ച്ചു കിട്ടാൻ. ദുൽഹജ്ജ് 9-ന്റെ അറഫയുടെ നോമ്പിനെ കുറിച്ച് റസൂൽ പറഞ്ഞത് 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞു. അതേ ഹദീത്തിൽ റസൂൽ പറയാണ് വസൗമ ആശുറ, മുഹറം 10-ന്റെ നോമ്പ് യുകഫിറു സനത്തൻ മാദിയ, കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനാണ് ജൂതന്മാരുമായി ഏറ്റവും അടുത്തവൻ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ 9-10 നോൽക്കുകയും അടുത്ത വർഷം ജീവിച്ചിരിക്കണ 9 നോൽക്കുമെന്ന് പറഞ്ഞു. പ്രവാചകൻ ഉണ്ടായിട്ടില്ല, പക്ഷെ സ്വഹാബികളൊക്കെ നോറ്റു. അതുകൊണ്ട് 9-ഉം 10-ഉം താസുആഷുറാകും വളരെ പ്രബലമായ സുന്നത്തുള്ള നോമ്പാണ്. ആ നോമ്പുകൾ നോൽക്കുക എന്നത് നമ്മളെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ കാരണമാണ്. സഹോദരങ്ങളെ, നമ്മളെ ഒരു ജീവിതത്തിന്റെ നിലപാടിലേക്ക്, ഒരു സമീപനത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മളത് റബ്ബിനെ വിളിച്ച് പറയും. ഒരു മുഅ്മിനായ മനുഷ്യൻ, ഈമാനുള്ള ഒരു മനുഷ്യൻ, അവൻ റബ്ബിനെ വിളിച്ച് പറയും, റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയ യുനാദി ലിൽ ഈമാൻ. ഈമാനിലേക്ക് ക്ഷണിക്കുന്ന, സത്യവിശ്വാസത്തിലേക്ക് വിളിക്കുന്ന ഒരാളുടെ വിളി ഞങ്ങൾ കേട്ടിട്ടുണ്ട് റബ്ബേ. ജീവിതം ഇങ്ങനെയായിരിക്കണം, വിശ്വാസം ഇങ്ങനെയായിരിക്കണം, ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് എന്ന് ഞങ്ങൾക്ക് വിളിച്ചു പറയുന്ന ഒരു വിളിയാളനെ, ഒരു പ്രബോധകനെ അള്ളാഹു എന്ന് നിയോഗിച്ചു. ഞങ്ങൾ ആ വിളി കേട്ടിട്ടുണ്ട്. എന്താണ് ആ പ്രവാചകൻ പറഞ്ഞത്? അൻ ആമിനു ബിറബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ വിശ്വസിക്കണം, നിങ്ങൾ റബ്ബിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കണം. ഫആമന്ന, ഞങ്ങളത് കേട്ടു, ഞങ്ങളത് വിശ്വസിച്ചിട്ടുണ്ട്. റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന, വന്നുപോയ പാപങ്ങൾ പുറത്തുകൊണ്ട് റബ്ബേ. ഇനി നമുക്കുള്ള സമീപനം അതായിരിക്കണം സഹോദരങ്ങളെ. ഞങ്ങളെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തുകൊണ്ട് പടച്ചോനെ. വകഫിരി അന്നാ സയ്യിആതിന, ഞങ്ങളെ തിന്മകളൊക്കെ എഴുതപ്പെട്ട ഏടുകളിൽ നിന്ന് മായ്ച്ചു കൊണ്ട് പടച്ചോനെ. വതവഫനാ മഅൽ അബ്റാർ, ഇനി ഞങ്ങൾ മരണം പ്രതീക്ഷിക്കുകയാണ്. വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാളന്മാരുടെ കൂട്ടത്തിലായിട്ടുള്ള ഒരു മരണം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഇതാണ് സഹോദരങ്ങളെ ഈമാനുള്ളവന്റെ നിലപാട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. വീടുകളിലും ആശുപത്രികളിലും രോഗികളായി കിടക്കുന്നവരുണ്ട്, അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യട്ടെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മുടെ ഒരു സഹോദരി തൊലി സംബന്ധമായ രോഗത്താൽ ചികിത്സയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്കിൽ താമസിക്കുന്ന, ബ്ലോക്ക് സ്റ്റോപ്പിന്റെ അവിടെ താമസിക്കുന്ന അസൈനാർ സാഹിബ്, ഖുർആൻ പഠിതാക്കളെ 2 ആളും, അദ്ദേഹവും നെഞ്ചുവേദനയെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തിനെയും ആരോഗ്യത്തെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സഹോദരന്റെ പ്രായമായ ഉമ്മ ഭക്ഷണത്തിനും ഒക്കെ ട്യൂബിട്ട് വളരെ പ്രയാസകരമായ അവസ്ഥയിൽ വീട്ടിലാണുള്ളത്. അല്ലാഹു തആല അവർക്ക് ആഫിയത്തിനെ പ്രദാനം ചെയ്യട്ടെ, ആശ്വാസത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യട്ടെ. മക്കളില്ലാത്ത നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു മക്കളെ നൽകി, സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബ പ്രശ്നങ്ങൾ നേരിടുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. സഹോദരങ്ങൾക്ക് അല്ലാഹു തആല അവിടെ മനസ്സിന് അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. കുടുംബ പ്രശ്നങ്ങളിൽ എത്രയും പെട്ടെന്ന് അല്ലാഹു തആല അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തീർപ്പ് കൽപ്പിച്ച് ഒരു സമാധാനപൂർണ്ണമായ കുടുംബജീവിതം അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ
സഹോദരന്റെ മാതാവും പിതാവും ഇൻഷാ അല്ലാഹ് പ്രായമായവരാണ്, ഉംറക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു മഖ്ബൂലും മബ്റൂറുമായ ഉംറ കർമ്മം നിർവഹിച്ച് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واحياهم منكم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اعتق رقابنا من النار ورقاب آبائنا وامهاتنا وازواجنا واخواننا المسلمين اجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين.